നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. എന്തൊരു വൃത്തികെട്ട നാട്! ഒരു MPയെ പരസ്യമായി പോലീസ് ലാത്തി കൊണ്ട് മൂക്കിലടിക്കുന്നു. 1/2 സെന്റിമീറ്റർ മാറിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഷാഫി പറമ്പിലിന്റെ ജീവൻ പോലും നഷ്ടപ്പെട്ടേനെ. പിണറായി വിജയനെതിരെ, ഈ സർക്കാരിനെതിരെ പലപ്പോഴും പ്രതികരിച്ച ഷാഫി പറമ്പിലിനെ അടിച്ചു കൊല്ലാൻ പോലീസ് ഗുണ്ടകളെ തന്നെ ഏൽപ്പിച്ച ഭരണകൂടം. വടകരയിൽ തോറ്റ കലിപ്പ് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അന്നു മുതൽ വല്ലാത്തൊരു കടിയായിരുന്നു ചിലർക്ക്. അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ ഷാഫി പറമ്പിലിനെ കൊല്ലാനുള്ള ഈ നീക്കം. ഷാഫി പറമ്പിലിനെ കൊല്ലാൻ മൂക്കിൽ ലാത്തി കൊണ്ടടിക്കുക മാത്രമല്ല, അതിനു പിന്നാലെ സൈബർ ഗുണ്ടകളും പാർട്ടി ഗുണ്ടകളും കളത്തിലിറങ്ങി. ഷാഫിയുടേത് വെറും ഷോ എന്നാണ് അവരുടെ വാദം. ഷാഫി പറമ്പിൽ പെട്ടെന്ന് മഷി മുക്കിയ തുവാല ഉപയോഗിച്ച് മുഖം തുടച്ചുവെന്നും അതാണ് തുവാലയിൽ കണ്ടതെന്നും, സിനിമാ സെറ്റിൽ പോലും ഇത്ര നാറിയ കളികളില്ല എന്നാണ് അവർ പ്രചരിപ്പിച്ചത്. എന്നാൽ പിന്നെ എന്തിനാണ് ഷാഫിയുടെ മൂക്ക് സർജറി ചെയ്തത് എന്നുകൂടി ഇവർ ഒന്ന് വെളിപ്പെടുത്തണം. അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയ ഷാഫിയുടെ മൂക്കിന്റെ എല്ല് തകർന്നിരുന്നുവെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ലാത്തി ചാർജിലാണ് ഷാഫിക്ക് പരിക്കേറ്റത് എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തുവന്നു. കൺമുന്നിൽ ദൃശ്യങ്ങൾ തെളിവായി കത്തി നിന്നിട്ടും സൈബർ സഖാക്കൾ വിശദീകരിക്കുന്നത് ഷാഫിയുടെ ഷോ എന്ന്. എന്തൊരു നെറികെട്ട രാഷ്ട്രീയം! ഇന്നലെ വൈകിട്ടോടെ UDF പ്രകടനം പേരാമ്പ്ര ടൗണിലേക്കെത്തി. ഇതിനു മുൻപ് LDF പ്രകടനവും അവിടെ നടന്നു. ടൗണിൽ പ്രതിഷേധവുമായി തടിച്ചുകൂടിയ UDF പ്രവർത്തകർക്ക് നേരെ ഇന്നലെ പോലീസ് നടത്തിയത് നരനായാട്ട്. ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയാണ് സമാനതകളില്ലാത്ത ആക്രമണം പോലീസ് തൊടുത്തത്. പേരാമ്പ്ര സംഘർഷത്തിലല്ല ഷാഫി പറമ്പിലിന് പരിക്കേറ്റത് എന്ന വിചിത്രവാദവുമായി ഇതിനിടെ SP രംഗപ്രവേശം ചെയ്തു. എന്നാൽ ഷാഫിയെ പോലീസ് ലാത്തി കൊണ്ടടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ SPക്ക് മിണ്ടാട്ടം മുട്ടി. പോലീസ് ലാത്തി വീശിയില്ലെന്നും കണ്ണീർ വാതകം പ്രയോഗിക്കുക മാത്രമായിരുന്നു ചെയ്തതെന്നും SP ഇന്നലെ വിശദീകരിച്ചിരുന്നു. കണ്ണീർ വാതകം പ്രയോഗിക്കുമ്പോൾ ഷാഫിക്ക് ഒരുപക്ഷെ വീണ് പരിക്കേറ്റതാവാം എന്നൊക്കെ ചിലർ പ്രചരിപ്പിച്ചു. അതിനൊക്കെ ഘടകവിരുദ്ധമായ ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പിന്നിൽ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് ഷാഫിക്ക് നേരെ ലാത്തി വീശുന്നത് എന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തം. ചുരുക്കത്തിൽ പോലീസ് സേനയിലെ ഒരു ക്രിമിനലിനെ ഷാഫി അടിച്ചു വീഴ്ത്താൻ ചിലർ ഏർപ്പാട് ചെയ്തു എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി വരും. ലാത്തി കൊണ്ട് മൂക്കടിച്ചു പൊട്ടിച്ച അവസ്ഥയിലും ഷാഫി മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രതികരിച്ചു. ഈ ക്രൂരത ചെയ്ത പോലീസുകാരന് പണി വരുന്നുണ്ട് എന്ന് ഷാഫി പറമ്പിൽ ഓർമ്മപ്പെടുത്തി. നിങ്ങളുടെ ശമ്പളം AKG സെന്ററിൽ നിന്നല്ലല്ലോ നിങ്ങൾക്ക് കിട്ടുന്നത്. പേരാമ്പ്ര ഗവൺമെന്റ് CKG കോളേജിലെ യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ ചില പ്രശ്നങ്ങൾ, ചെയർമാൻ സീറ്റിൽ വിജയിച്ചതിനെ തുടർന്ന് നടത്തിയ ആഹ്ലാദ പ്രകടനത്തിനിടെ CPM പ്രവർത്തകർ മർദ്ദിച്ചു എന്നാരോപിച്ച് കഴിഞ്ഞ ദിവസം പേരാമ്പ്ര നഗരത്തിൽ കോൺഗ്രസ് ഹർത്താൽ ആചരിച്ചിരുന്നു. ഹർത്താലിന് ശേഷം UDF നഗരത്തിൽ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിനിടെ സംഘർഷമുണ്ടായി. ഈ അവസരം മുതലെടുത്ത് ഷാഫിയെ അടിച്ചു വീഴ്ത്തുകയായിരുന്നു കേരളത്തിന്റെ പോലീസ്. ഷാഫിയുടെ മൂക്കിൽ അടിച്ചു വീഴ്ത്തിയതിന് തൊട്ടു പിന്നാലെ മറ്റ് നെറുകെട്ട കളികൾ. പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചു, കലാപമുണ്ടാക്കാൻ ശ്രമിച്ചു എന്നീ വകുപ്പുകൾ ചുമത്തി ഷാഫി പറമ്പിലിനെതിരെ അങ്ങോട്ടൊരു കേസ്. പോലീസിനു നേർക്ക് കല്ലെറിഞ്ഞ് പോലീസിനെ ആക്രമിക്കാൻ ഷാഫി ശ്രമിച്ചുവെന്നാണ് ഷാഫിക്കെതിരെ FIR രേഖപ്പെടുത്തിയിരിക്കുന്നത്. അന്യായമായി സംഘം ചേരൽ, ഗതാഗതം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകളും ചേർത്തിട്ടുണ്ട്. കണ്ടാലറിയുന്ന 692 പേർക്കെതിരെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സംഘർഷത്തിന്റെ ഭാഗമായി 492 LDF പ്രവർത്തകർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തു. ഇത് കണ്ണിൽ പൊടിയിടാൻ. ഷാഫി പറമ്പിലിനെ പേടിക്കുന്നത് കൊണ്ട് മാത്രമാണ് പാർട്ടി ഗുണ്ടകളെ വിട്ട് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ഇക്കഴിഞ്ഞ ദിവസം ഈ ഭരണകൂടം ശ്രമിച്ചത്. വടകരയിൽ വൻപിച്ച ഭൂരിപക്ഷത്തിൽ LDFനെ തോൽപ്പിച്ച് അന്നു മുതൽ തുടങ്ങിയ കലി. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഷാഫിയെ അടിച്ചൊതുക്കുകയാണ് ചിലരുടെ ലക്ഷ്യം. ഷാഫി പറമ്പിൽ UDFന്റെ മുഖമായി, കോൺഗ്രസിന്റെ മുഖമായി ഉയർന്നു വരുന്നത് പലരെയും അലോസരപ്പെടുത്തുന്നു, പ്രത്യേകിച്ച് വടകരയുടെ മണ്ണിൽ. പോലീസിന് നേരെ UDF പ്രവർത്തകർ പ്രകോപനമുണ്ടാക്കി, അതിന് ഷാഫി നേതൃത്വം നൽകിയെന്നാണ് DYFI സംസ്ഥാന പ്രസിഡന്റ് വസീഫിന്റെ പ്രതികരണം. സ്വർണ്ണക്കവർച്ചയും സ്വർണ്ണക്കള്ളക്കടത്തും ഖജനാവ് കൊള്ളയടിക്കലുമാണ് ഭരണമെന്ന് കരുതുന്ന സർക്കാരിന്റെ അവസാനമാണിതെന്ന് മറക്കരുത് എന്ന് ഷാഫി പറമ്പിൽ. CPMന് വേണ്ടി ലാത്തിയെടുത്ത പോലീസിലെ ക്രിമിനലുകൾ ശമ്പളം വാങ്ങുന്നത് AKG സെന്ററിൽ നിന്നല്ല എന്നോർക്കണമെന്നും ഷാഫി പറഞ്ഞു. അതെ, മഹാഭൂരിപക്ഷം മലയാളികളുടെയും പ്രിയപ്പെട്ട സഹോദരനും നേതാവും സുഹൃത്തും തന്നെയാണ് ഷാഫി പറമ്പിൽ. അത് തിരിച്ചറിയുന്ന
CPMന് വിരളി പിടിക്കുന്നു എന്നതിൻ്റെ നേരടയാളമാണ് ഇക്കഴിഞ്ഞ ദിവസം പേരാമ്പ്രയിൽ നമ്മൾ കണ്ടത്. ശബരിമല ശാസ്താവിൻ്റെ ഇടം കൊള്ളയടിച്ച് അവിടെ നിന്ന് സ്വർണ്ണപ്പാളികളും സ്വർണ്ണക്കട്ടിളയും വാതിലുകളും മറ്റ് വിലപിടിച്ച വസ്തുക്കളുമൊക്കെ മറിച്ച് വിറ്റ് കോടികൾ ഉണ്ടാക്കുന്നതിൻ്റെ പെരുങ്കഥകൾ പുറത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമാണ് ഇത്തരം അസ്വസ്ഥതകൾ. എന്തോ ചൊരുക്ക് തീർക്കുന്നത് പോലെ ഇന്നലെ തെരഞ്ഞുപിടിച്ച് ഷാഫി പറമ്പിലിനെ പോലീസ് ആക്രമിക്കുകയായിരുന്നുവെന്ന് വ്യക്തം. അതെ, CPMനറിയാം ഇയാൾ വിചാരിച്ചാൽ തീരുന്ന കോട്ടകളെ കേരളത്തിലുള്ളൂ, അതിന് ധർമ്മണമായാൽ പോലും. KPCC വർക്കിംഗ് പ്രസിഡന്റും MPയുമാണ് ഷാഫി പറമ്പിൽ. അത്തരമൊരു നേതാവിനെയാണ് നിങ്ങൾ ഇന്നലെ പോലീസ് നരനായാട്ടിലൂടെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഇന്നലെ അർദ്ധരാത്രി മുതൽ കേരളത്തിന്റെ തെരുവുകളിലേക്ക് ഇളകിയാർത്ത് പ്രതിഷേധം ഉയർത്തുന്ന UDF പ്രവർത്തകരെയാണ് കേരളം കണ്ടത്. യൂത്ത് കോൺഗ്രസ് അക്ഷരാർത്ഥത്തിൽ തെരുവിലേക്കിറങ്ങി. ഷാഫി പറമ്പിലിനെ പേരാമ്പ്രയിലിട്ട് പോലീസ് ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധ സമരങ്ങൾ കേരളമെങ്ങും ഇപ്പോൾ കത്തിയാളുന്നു. ഇന്നലെ അർദ്ധരാത്രി UDF പ്രവർത്തകരുടെ പ്രതിഷേധം പേരാമ്പ്രയിൽ ഇരമ്പി. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ UDF നേതാക്കളുടെ സംയോജിത ഇടപെടലിനെ തുടർന്ന് വലിയ സംഘർഷമുണ്ടായില്ല. എന്നാൽ മറ്റു പല സ്ഥലങ്ങളിലും പ്രവർത്തകരുടെ പ്രതിഷേധം അണപൊട്ടുന്ന കാഴ്ചകളാണ് നമുക്ക് മുന്നിൽ. ആശുപത്രിയിൽ നിന്ന് ഷാഫി പറമ്പിലിന്റെ ദൃശ്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ അത് വലിയ വൈറലാകുന്നു. മുൻപൊന്നും ഇല്ലാത്ത വിധം പോലീസുമായി മുഖാമുഖം നിൽക്കാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് കഴിയുന്നു. ഭരണം തീരാൻ ഇനി മാസങ്ങൾ മാത്രമേയുള്ളൂ എന്ന് കേരള പോലീസ് ഓർക്കണമെന്ന് കോൺഗ്രസ് നേതാക്കൾ. സമാനതകളില്ലാത്ത പ്രതിഷേധം കേരളത്തിൽ കത്തിയുയരുമ്പോൾ മുഖ്യമന്ത്രി ഇതിനെ എങ്ങനെ നേരിടും? അടിച്ചമർത്തൽ ഒരു മാർഗമല്ല, സമരം ഒന്നിനൊന്ന് ആളിക്കത്തും. അതിൻ്റെ പ്രതിധ്വനികളാണ് ഷാഫി പറമ്പിലിനെ കൊലപ്പെടുത്താനുള്ള ഈ സംഭവത്തിന് ശേഷം കേരളം കാണുന്നത്. ഇവിടെ ക്യാപ്സ്യൂളുകളോ കള്ളക്കഥകളോ വിജയിക്കില്ല, അതുറപ്പ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.